السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ കബായിർ, വൻപാപങ്ങൾ എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും അകന്നു നിൽക്കേണ്ട, ഓടി അകലേണ്ട കാര്യമാണ് എന്ന് ഓരോ ദർസുകളിലും ഓരോ ക്ലാസ്സുകളിലും എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഷെയ്ഖ് റഹിമഹുള്ള നാവുമായി ബന്ധപ്പെട്ട് നാവിൽ നിന്ന് ഉടലെടുക്കുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് സംസാരിക്കുന്നത്. നമുക്ക് പലപ്പോഴും നിസാരമായി തോന്നുന്ന, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത നമ്മുടെ വാക്കുകളിലുണ്ടാകുന്ന അബദ്ധങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കബായിറായി, വൻപാപമായി രേഖപ്പെടുത്തപ്പെടും എന്നത് നമ്മെ അങ്ങേയറ്റം ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. 20 അധ്യായങ്ങളാണ് സഹോദരങ്ങളെ ഇതുവരെ നമ്മൾ വായിച്ചത്. 21-ാമത്തെ അധ്യായം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ മാ ജാഅ ഫിൽ കദിബി. ബാബുൻ അധ്യായം, മാ ജാഅ ഫിൽ കദിബ്, കളവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. അൽ കദിബ്, കളവ് എന്നത് നാവിലൂടെ സംഭവിക്കുന്ന ഗുരുതരമായ പാപമാണ്, തെറ്റാണ്. അൽ കദിബ് എന്നാൽ, കളവെന്നാൽ ളിദ്ദു സിദ്ഖ്, സത്യസന്ധതയുടെ നേരെ വിപരീതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ കളവ് പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, കളവ് എന്നത് വലിയ ഗൗരവമാണ്. അതൊരിക്കലും ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. മറിച്ച് സത്യനിഷേധികളുടെ, മുനാഫിക്കുകളുടെ അടയാളമാണ് കളവ് എന്നുള്ളത്. അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂൻ എന്ന സൂറത്തിന്റെ 1-ാമത്തെ ആയത്തായിക്കൊണ്ട് പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. ഓ നബിയെ, മുനാഫിഖുകൾ താങ്കളുടെ അരികിൽ വരികയും എന്നിട്ട് മുഹമ്മദ് നബിയെ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നിതാ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അള്ളാഹുവിനറിയാം തീർച്ചയായും താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, എന്നാൽ അള്ളാഹു ഇതാ സാക്ഷ്യം വഹിക്കുന്നു, തീർച്ചയായും മുനാഫിഖുകൾ കളവ് പറയുന്നവരാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അത് പറയാനുള്ള കാരണം? മുനാഫിഖുകൾ തീർച്ചയായും കളവ് പറയുന്നവരാണ്, ലകാദിബൂൻ, കാരണം അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ് അവർ നാവുകൾ കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഒരിക്കലും സത്യസന്ധമായ വാക്കല്ല അവർ പറഞ്ഞത്. അവർ അള്ളാഹുവിൻ്റെ റസൂലാണ്, താങ്കളെന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കളവാണ്, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ്. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മുനാഫിഖുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ്, സത്യനിഷേധികളുടെ അടയാളത്തിൽപ്പെട്ടതാണ് കളവ് എന്നുള്ളത്. അതൊരിക്കലും മുഅ്മിനീങ്ങൾക്ക് അനുയോജ്യമല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാം. ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 എണ്ണമാകുന്നു.
അതിലൊന്നാമത്തെ അടയാളം എന്നത് ഇദാ ഹദ്ദസ, ഒരു മുനാഫിഖ് നിഫാഖ് ഹൃദയത്തിലുള്ളവൻ സംസാരിച്ചാൽ കദബ്, അവൻ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. അപ്പോൾ നോക്കൂ, ഇതൊക്കെ മുനാഫിഖുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ച് നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ ഭാഗത്ത് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ചില ആയത്തുകളാണ് ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹി വഉലൈക ഹുമുൽ കാദിബൂൻ. ഇന്നമാ യഫ്തരിൽ കദിബ്, തീർച്ചയായും കളവുകൾ കെട്ടിച്ചമക്കുന്നവർ ഇവർ മാത്രമാണ്. ആരാണവർ? അല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ്. അവർ മാത്രമാണ് കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ. കളവിൻ്റെ ആളുകൾ അവരാണ്. അള്ളാഹുവിലോ അവൻ്റെ ദീനിലോ അവനയച്ച റസൂലിലോ യാതൊരു വിശ്വാസവുമില്ലാത്ത ആളുകളാണ് കളവുകൾ കെട്ടിച്ചമക്കുക. വഉലൈക ഹുമുൽ കാദിബൂൻ, അവർ തന്നെയാകുന്നു കളവിൻ്റെ ആളുകൾ, വ്യാജവാദികൾ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കദിബ് എന്നത്, കളവ് എന്നത് നിഷേധികളുടെ, സത്യനിഷേധികളുടെ, കാഫിറുകളുടെ സിഫത്തായിക്കൊണ്ട്, വിശേഷണമായിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാഫിറിന്റെ, സത്യനിഷേധിയുടെ, അവന്റെ അനേകം പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കളവ് എന്നുള്ളത്. എന്നാൽ അസ്സിദ്ഖ്, സത്യസന്ധത എന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകുന്ന അനേകം സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് സത്യസന്ധത എന്നുള്ളത്. അത് ഈമാനിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. എന്നാൽ കളവ് എന്നത് നിഫാഖിന്റെ, കുഫറിന്റെ അടയാളത്തിൽ പെട്ടതാണ്. ഈ ആയത്തിന്റെ തൊട്ടു മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ അറിയിച്ചതായി നമുക്ക് കാണാം. കുഫാറുകൾ, മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് കെട്ടിച്ചമക്കുകയുണ്ടായി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഓതിക്കൊടുത്ത ഖുർആനിക വചനങ്ങൾ, ആയത്തുകൾ, പരിശുദ്ധ ഖുർആൻ, അത് വഹിയല്ല, അത് അള്ളാഹുവിൽ നിന്നല്ല, മറിച്ച് ആരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നൊക്കെ അവർ കളവ് കെട്ടിച്ചമക്കുകയുണ്ടായി. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു, വലഖദ് നഅലമു അന്നഹും യഖൂലൂൻ ഇന്നമാ യുഅല്ലിമുഹു ബശർ. ഓ നബിയെ, അവർ താങ്കളോട് ഇപ്രകാരം പറയുന്നതായി നാം അറിഞ്ഞിരിക്കുന്നു. ഈ ഖുർആൻ, അതിലെ ആയത്തുകൾ താങ്കൾക്ക് ആരോ പഠിപ്പിച്ചതാണ്, മനുഷ്യന്മാർ ആരോ പഠിപ്പിച്ചു നൽകിയതാണ് എന്നാണ് അവർ പറയുന്നത്. തഫ്സീറുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനറബിയായ ഒരാൾ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ആയത്തുകൾ എന്നായിരുന്നു അവർ ഉണ്ടാക്കിയ കളവ്, അവർ കെട്ടിച്ചമച്ച കളവ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ലിസാനുല്ലദി യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ. അവർ ഈ കെട്ടിച്ചമച്ച കളവ്, ഈ പറഞ്ഞ ആരോപണം, അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരാളെ പറ്റിയാണോ ആ വ്യക്തിയുടെ ഭാഷ അഅജമി, അയാൾ അനറബിയാണ്, അയാൾ അറബിയല്ല. വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ. എന്നാൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഓതിക്കൊടുക്കുന്ന ഭാഷ എന്നത് നബിയെ വ്യക്തമായ അറബിയാണ്. ഇതാകട്ടെ വ്യക്തമായ സ്പഷ്ടമായ അറബി ഭാഷയിലാണ് താങ്കൾ ഓതിക്കൊടുക്കുന്നത്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നത്, ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹി വഉലൈക ഹുമുൽ കാദിബൂൻ. തീർച്ചയായും ആ കളവ്, അത് കെട്ടിച്ചമക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ്. അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ വ്യാജവാദികൾ, കളവിൻ്റെ ആളുകൾ. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ അടയാളമല്ല കളവ് എന്നുള്ളത്.
അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ല മറ്റൊരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്നും കൊണ്ടുവന്നു. സൂറത്തുൽ ബഖറയിലെ 10-ാമത്തെ ആയത്ത്. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. വലഹും അവർക്കുണ്ട്, അദാബുൻ അലീമുൻ വേദനാജനകമായ ശിക്ഷ, ബിമാ കാനൂ യക്ദിബൂൻ എന്തിനാണ് അവർക്ക് വേദനാജനകമായ ശിക്ഷ അല്ലാഹു വാഗ്ദാനം ചെയ്തത്, താക്കീത് ചെയ്തത്? അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവ് കാരണത്താൽ. ഈ ആയത്തും സഹോദരങ്ങളെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു വരുമ്പോൾ നമുക്ക് കാണാം, മുനാഫിഖുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത്. അല്ലാഹു ഈ ആയത്ത് പറഞ്ഞതെങ്ങനെയാണ്? ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുണ്ട്, നിഫാഖിന്റെ, കപടവിശ്വാസത്തിന്റെ രോഗം. ഫസാദഹുമുല്ലാഹു മറള, അവരുടെ ഹൃദയങ്ങളിലുള്ള ആ രോഗം, നിഫാഖ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. കാരണം അവരുടെ ഹൃദയങ്ങളിൽ നിഫാഖാണ്, കാപട്യമാണ്, കളവാണ് ഉള്ളത്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ല സൂറത്തുൽ ജാസിയയിലെ 7-ാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ്. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വൈലുൻ ലികുല്ലി അഫാകിൻ അസീം. വൈലുൻ നാശം, നരകം. ആർക്കാണ് അല്ലാഹു നാശം, നരകം വാഗ്ദാനം ചെയ്തത്, താക്കീത് നൽകിയത്? ലികുല്ലി അഫാകിൻ അസീം. അഫാക്കും അസീമുമായ ഏതൊരുവനുണ്ടോ എല്ലാവർക്കും. വൈൽ എന്നാൽ നാശം, നരകം എന്ന് നമ്മൾ പൊതുവെ അർത്ഥം പറയാറുണ്ട്. തഫ്സീറുകളിൽ കാണാം, വാദിൻ ഫി ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരയാണ് വൈൽ. ഇപ്പൊ ശക്തമായ താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൈൽ എന്ന വാക്കിലൂടെ നൽകുന്നത്. ലികുല്ലി അഫാഖ്. അഫാഖ് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ കളവ് ഉള്ള, വ്യാജം കലർന്ന് സംസാരിക്കുന്ന വ്യാജവാദികളായ ആളുകൾക്കാണ് അഫാഖ് എന്ന് പറയുക. ഇപ്പൊ ഏതൊരു അഫാഖായ മനുഷ്യനുണ്ടോ, കളവ് പറയുന്ന, കളവ് കെട്ടിച്ചമക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും വൈൽ. അസീം എന്ന് പറഞ്ഞാൽ അതിക്രമം ചെയ്യുന്ന, അള്ളാഹുവിന്റെ ശാപ കോപങ്ങൾക്ക് വിധേയമായി തീരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവൻ. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് എന്താണ്? വൈലുൻ ലികുല്ലി അഫാകിൻ അസീം. അഫാക്കും അസീമുമായ ഏതൊരുവനുണ്ടോ അവർക്ക് നാശം, നരകം. അഥവാ കടുത്ത താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകിയിട്ടുള്ളത്. തങ്ങളുടെ വാക്കുകളിൽ കളവുള്ള, കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ, തിന്മകൾ, അധർമ്മങ്ങൾ, മോശമായ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളാണ് അഫാക്കും അസീമും. ഇപ്പൊ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും ഓടി അകലേണ്ട തിന്മയാണ് കളവ് എന്നുള്ളത്. എന്നാൽ നമ്മിൽ പലർക്കും വളരെ നിസാരമായി തോന്നാറുള്ള കാര്യമാണ് കളവ് എന്നുള്ളത്. ഒരിക്കലും നിസാരമായി കാണാനുള്ളതല്ല കളവ് എന്നുള്ളത്. ആ ചെറിയ മക്കളോട് പോലും കളവ് പറയുക എന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എത്രയോ ആളുകളുണ്ട്, പ്രത്യേകിച്ച് പ്രായമേറിയ വീട്ടിലുള്ള വല്യുമ്മമാർ, മക്കളെ സമാധാനപ്പെടുത്താനും അവരുടെ കരച്ചിൽ നിർത്താനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ ചിലപ്പോൾ കളവുകൾ പറയാറുണ്ട്. പാടില്ലാത്തതാണ്. ഒരു നിലക്കും കളവ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്നഹ വ ഇന്നർ റജുല ലയസ്ദുഖു വയതഹറ الصدق حتى يكتب عند الله صديقا وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار
وإن الرجل ليكذب ويتحرى الكذب حتى يكتب عند الله كذابا أخرجاه ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. തീർച്ചയായും സത്യസന്ധത അത് ഒരാളെ നന്മയിലേക്ക് നയിക്കും. എന്താണ് നന്മയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഒരാളെ സത്യസന്ധത എല്ലാ നന്മയിലേക്കും എത്തിക്കും. അയാളുടെ ഹൃദയം നന്നാക്കും, അയാളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കും, അയാളുടെ കർമ്മങ്ങൾ അതിലൂടെ നന്നായിത്തീരും. അങ്ങനെ ഒരാൾ നന്മയിലേക്ക് എത്തിപ്പെട്ടാൽ വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, തീർച്ചയായും നന്മ എന്നത് സ്വർഗത്തിലേക്ക് നയിക്കും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ തൗഫീഖാണിത്. സത്യസന്ധത ഒരിക്കലും ഒരാളെയും പരാജയപ്പെടുത്തുകയില്ല, നന്മയിലേക്ക് നയിക്കും. ആ നന്മ അയാളെ സ്വർഗത്തിലേക്ക് നയിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മ എന്നത് സ്വർഗത്തിലേക്ക് നയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും പുണ്യവാന്മാർ, നന്മയുടെ ആളുകൾ സുഖാനുഭൂതിയിലാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവിലും ഖബറിലും ഖിയാമത്ത് നാളിലും അഥവാ പരലോകത്തും ഈ പറഞ്ഞ സുഖാനുഭൂതി അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ നോക്കൂ, അൽ അബ്റാർ, പുണ്യവാന്മാർ, നന്മയുടെ ആളുകൾ, അവർക്കാണ് അല്ലാഹു വിജയം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ സത്യസന്ധത ഒരാളെ നന്മയിലേക്കും ആ സത്യസന്ധത കാരണത്താൽ എത്തിച്ചേർന്ന നന്മ ഒരാളെ സ്വർഗത്തിലേക്കും നയിക്കും. അവിടുന്ന് പറയുന്നു, വഇന്നർ റജുല, തീർച്ചയായും ഒരു മനുഷ്യൻ, ഒരാൾ, ലയസ്ദുഖു വയതഹറ സിദ്ഖ, സത്യം പറയും, സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ഏതുവരെ? അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ സിദ്ദീഖാണ്, സത്യസന്ധനാണ് എന്ന് രേഖപ്പെടുത്തുന്നതുവരെ. സുബ്ഹാനല്ലാഹ്, നോക്കൂ, അള്ളാഹു ഒരാളെ സിദ്ദീഖാണ് എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കാര്യം എന്താണുള്ളത്? നേരെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നൽ കദിബ്, ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. വഇന്നൽ കദിബ്, തീർച്ചയായും കളവ് എന്നത് യഹ്ദി ഇൽ ഫുജൂർ, ഒരാളെ തിന്മയിലേക്കാണ് നയിക്കുക. കളവ് എന്നത് എല്ലാ തിന്മയും ഒരാളിൽ ഒരുമിപ്പിക്കും, അയാളുടെ ഖൽബ്, ഹൃദയം കേടുവരുത്തും. അതിലൂടെ അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ മോശമായി പോകും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, അങ്ങനെ അയാൾ എത്തിച്ചേർന്ന തിന്മ എന്നത് അയാളെ നരകത്തിലേക്കാണ് നയിക്കുക. അള്ളാഹു പറഞ്ഞില്ല, വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തീർച്ചയായും തിന്മയുടെ ആളുകൾ, അധർമ്മകാരികൾ, അവർ കത്തിയെരിയുന്ന നരകത്തിലാകുന്നു. ദുനിയാവിലും ഖബറിലും ഖിയാമത്ത് നാളിലും അവർ ഈ പറഞ്ഞ തിന്മയുടെ, അധർമ്മത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ നോക്കൂ, കളവ് സഹോദരങ്ങളെ ഒരിക്കലും ഒരാളെ രക്ഷപ്പെടുത്തുകയില്ല. മറിച്ച് കളവ് എന്നത് യഹ്ദി ഇലൽ ഫുജൂർ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വാക്കാണിത്. നമ്മെ പേടിപ്പെടുത്തേണ്ട, നമ്മെ ഭയപ്പെടുത്തേണ്ട വാക്കാണിത്. വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, തീർച്ചയായും തിന്മ എന്നത് നരകത്തിലേക്കാണ് ഒരാളെ നയിക്കുക. വഇന്നർ റജുല, തീർച്ചയായും ഒരാൾ, ഒരു മനുഷ്യൻ, ലയക്ദിബ്, അയാൾ കളവ് പറയും. വയതഹറൽ കദിബ, കളവിന് വേണ്ടി അയാൾ പരിശ്രമിക്കും എന്ന് പറഞ്ഞാൽ അയാൾ സംസാരിച്ചാൽ കളവ് പറയുന്ന ആളാണ്. കളവ് തന്നെയാണ് അയാളുടെ ജീവിതത്തിൽ മുഖ്യം. കളവിന്റെ ആളായി ഒരാൾ തീർന്നുവെങ്കിൽ ഏതുവരെ? ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അള്ളാഹുവിന്റെ അടുക്കൽ അയാളെ കളവ് പറയുന്നവൻ എന്ന് രേഖപ്പെടുത്തുന്നത് വരെ. ഒരാൾ കളവ് പറഞ്ഞാൽ അതിന്റെ അനന്തരഫലം ഇതാണ്, അയാളെ ആ കളവ് എത്തിക്കുന്നത് തിന്മയിലേക്കാണ്, മോശമായ കാര്യത്തിലേക്കാണ്, അധർമ്മത്തിലേക്കാണ്. അതയാളെ നരകത്തിലേക്ക് എത്തിക്കും. ഏതുവരെ? ഒരാൾ അള്ളാഹുവിന്റെ അടുക്കൽ കളവ് പറയുന്നവനാണ് എന്ന് രേഖപ്പെടുത്തുന്നത് വരെ.
അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ കളവ് പറയുന്നവനാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനേക്കാൾ വലിയ മോശമായ കാര്യം എന്താണുള്ളത്? ഈ പറഞ്ഞ ഗുരുതരമായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് നമ്മൾ ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ കളവ് പറയുന്നവനാണ് എന്ന് രേഖപ്പെടുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളിലെല്ലാ ഷർറും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ അയാളുടെ തൗബ തന്നെ, തൗബക്കുള്ള അയാളുടെ തൗഫീഖ് തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സത്യം പറയുന്ന, സത്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ വേണ്ടിയാണ് ഈ ഹദീസ് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ഉദ്ദേശവും നമ്മുടെ പ്രയത്നവും ഒക്കെ സത്യമായിരിക്കണം. അതിൽ ഒരു അലംഭാവവും ഉണ്ടാവാതെ, കളവിൻ്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം എന്നതാണ് ഈ പറഞ്ഞ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഫിൽ മുവത്ത അൻഹു. ഇമാം മാലിക് റഹിമഹുല്ലയുടെ അൽ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഷെയ്ഖ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അൻഹു അഥവാ അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ലാ യസാലു റജുലു യക്ദിബു വയതഹറൽ കദിബ്. ഒരു മനുഷ്യൻ നിരന്തരമായി കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. വയതഹറൽ കദിബ്, കളവിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ കളവിൻ്റെ ആളാണ്, സ്ഥിരമായി കളവ് പറയുന്ന ഒരാളാണ്. ഫയുൻകതു ഫീ ഖൽബിഹി നുക്തതുൻ സൗദ, അയാളുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴും. ഓരോ കളവ് പറയുമ്പോഴും ഒരു പുള്ളി അയാളുടെ ഹൃദയത്തിൽ വന്ന് പതിക്കും. ഹത്ത, ഏതുവരെ? യസ്വദ്ദ ഖൽബുഹു ഫയുക്തബ ഇൻദല്ലാഹി മിനൽ കാദിബീൻ, അയാളുടെ ഹൃദയം കറുത്ത പുള്ളി കൊണ്ട് കറുത്തിരുണ്ടു പോകുന്നത് വരെ. എന്നിട്ട് അവസാനം അള്ളാഹുവിൻ്റെ അടുക്കൽ കളവ് പറയുന്നവനാണ് എന്ന് രേഖപ്പെടുത്തുന്നത് വരെ. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരാൾ ഒരു തിന്മ ചെയ്താൽ അയാളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. നോക്കൂ, കളവ് എന്നത് സഹോദരങ്ങളെ, അതിൻ്റെ അനന്തരഫലം എത്ര ഗൗരവമാണെന്ന് നോക്കൂ നിങ്ങൾ. ഒരാൾ നിരന്തരമായി കളവ് പറഞ്ഞാൽ അയാളുടെ ലക്ഷ്യം തന്നെ കളവാണ്. കളവിലാണ് അയാൾ ജീവിക്കുന്നത്. ഏത് മേഖലയിൽ പോയാലും അയാൾ കളവ് പറയും. കളവ് മാത്രമാണ് ഒരാളുടെ നാവിൽ എങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ആ തിന്മയുടെ അനന്തരഫലമായി കറുത്ത പുള്ളി വീഴുമെന്നാണ്. കറുത്ത പുള്ളി അവിടെ അവസാനിക്കുന്നില്ല. ഓരോ തവണ ഇയാൾ കളവ് പറയുമ്പോഴും ഓരോ കറുത്ത പുള്ളി ഹൃദയത്തിലേക്ക് വന്ന് വീണ് 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 അവസാനം അയാളുടെ ഹൃദയം കറുത്തിരുണ്ടു പോകും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ഹൃദയങ്ങളിൽ റാൻ സംഭവിച്ചിരിക്കും, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. എന്താണ് റാൻ എന്ന് പറഞ്ഞാൽ? പാപങ്ങളുടെ കറ, തിന്മകളുടെ കറ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാളുടെ ഹൃദയത്തിന് പാപക്കറകൾ വീണ് കഴിഞ്ഞാൽ സഹോദരങ്ങളെ പിന്നീട് നന്മകൾ കടക്കാൻ പ്രയാസമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തിൽ നമ്മൾ ഓടി അകലേണ്ട തിന്മയാണ് കളവ് എന്നത് ഓരോ ഹദീസ് വായിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വഫീഹി, വഫീഹി എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ തന്നെ വന്ന ഒരു ഹദീസാണ്. അൻ സഫ്വാൻ ഇബ്നു സുലൈമിൻ റഹിമഹുല്ലാഹ്. സഫ്വാൻ ഇബ്നു സുലൈം അദ്ദേഹം താബിഇയാണ്. അദ്ദേഹം പറയുകയാണ്, ഖീല ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയകൂനുൽ മുഅ്മിനു ജബാനൻ? ഖാല നഅം. ഒരു മുഅ്മിൻ
ഭീരുവാവുമോ, ഒരു മുഅ്മിനിന് ഭീരുത്വം സംഭവിക്കുമോ, അഥവാ ഹൃദയം ദുർബലപ്പെട്ടു പോവുക, പേടിയുണ്ടാവുക എന്നതൊരു മുഅ്മിനിൽ ഉണ്ടാവുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഉണ്ടായേക്കാം. ഖീല, വീണ്ടും ചോദിക്കപ്പെട്ടു, അയകൂനുൽ മുഅ്മിനു ബഖീലൻ, ഒരു മുഅ്മിൻ പിശുക്കനാവുമോ, ഒരു മുഅ്മിനിൽ പിശുക്കുണ്ടാകുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഉണ്ടായേക്കാം. ഖീല, വീണ്ടും ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു കദ്ദാബൻ, ഒരു മുഅ്മിൻ കളവ് പറയുന്നവനാകുമോ, ഒരു മുഅ്മിനിൽ കളവ്, അവന്റെ സംസാരത്തിൽ കളവുണ്ടാകുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഇല്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ മറുപടി നമ്മെ ഭയപ്പെടുത്തേണ്ടതാണ്. ഒരു മുഅ്മിനിൽ ഭീരുത്വം, പേടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ടാകും, ഒരുപക്ഷെ ഉണ്ടായേക്കാം, ഒരുപക്ഷെ ഉണ്ടായേക്കാം. പ്രകൃതിയിൽ ഒരു മനുഷ്യനിൽ ചിലപ്പോൾ പേടി, ഭീരുത്വം ഉണ്ടായേക്കാം. എല്ലാവരും നല്ല ധീരന്മാരായിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. അതേപോലെ ചോദിച്ചു, ഒരു മുഅ്മിൻ പിശുക്കനാവുമോ, ഒരു മുഅ്മിനിൽ പിശുക്കുണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ഉണ്ടായേക്കാം. എന്നാൽ കളവിന്റെ കാര്യം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ല, ഒരു മുഅ്മിൻ ഒരിക്കലും ധാരാളമായി കളവ് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. നോക്കൂ, ഈ ഹദീസിൽ അയകൂനുൽ മുഅ്മിനു കദ്ദാബൻ, ഒരു മുഅ്മിൻ കദ്ദാബാകുമോ? കദ്ദാബ് എന്ന് പറഞ്ഞാൽ മുബാലഗത്തിന്റെ സീഗത്തിലാണ് ആ വാക്ക് വന്നിട്ടുള്ളത്, അഥവാ കസീറുൽ കദിബ്, ധാരാളമായി കളവ് പറയുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനിൽ ഉണ്ടാകുമോ, ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അഥവാ നിരന്തരം, തൊട്ടുമുന്നേ നമ്മൾ കേട്ടതുപോലെ നിരന്തരം കളവ് പറയുന്ന, ധാരാളമായി കളവ് പറയുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനിൽ ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ല, ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരാൾ ധാരാളമായി കളവ് പറയുന്നുണ്ടോ, അയാൾ വിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ, അയാളുടെ ഈമാൻ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അയാളുടെ ഈമാനിൽ പ്രശ്നമുണ്ട് എന്നാണ്. കാരണം ഒരു മുഅ്മിൻ അങ്ങനെ കളവ് പറയുന്ന സ്വഭാവം അവനിൽ ഉണ്ടാവുകയില്ല. ധാരാളമായി കളവ് പറയുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമേ അല്ല, അടയാളമേ അല്ല. ഒരു പക്ഷേ സംഭവിച്ചേക്കാം, എപ്പോഴെങ്കിലും തീർത്തും യാദൃശ്ചികമായി സംഭവിച്ചേക്കാം എന്നതല്ലാതെ ഒരിക്കലും കളവ് നിരന്തരമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനിന് ഉണ്ടാവുകയില്ല. സ്ഥിരമായി കളവ് പറയുന്ന, നിരന്തരം കളവ് പറയുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. ഇപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളും നമ്മൾ എടുത്തു നോക്കുക. നമ്മൾ ഇടപെടുന്ന മേഖലകൾ, നമ്മുടെ വീട്, നമ്മുടെ കച്ചവടം, നമ്മുടെ മറ്റു കാര്യങ്ങൾ, സത്യസന്ധന്മാരാണോ നമ്മൾ? അതല്ല തൊട്ടതിനും പിടിച്ചതിനും കളവ് പറയുന്നവരാണോ? പേടിക്കണം. നമ്മുടെ ഈമാനിന് പ്രശ്നമുണ്ട് എന്നാണ് ഇതറിയിക്കുന്നത്. ഈമാനിന്റെ പരിപൂർണതയെ ബാധിക്കുന്ന കാര്യമാണ് കളവ് എന്നുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചതായി അവിടുത്തെ പ്രാർത്ഥനയിൽ കാണാം. അത് രണ്ടും ഒരു മുഅ്മിനിന് യോജിച്ചതല്ല, ഒരു സത്യവിശ്വാസിക്ക് അനുയോജ്യമായ കാര്യങ്ങളല്ല ഇവ രണ്ടും. പക്ഷേ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഭീരുത്വവും പിശുക്കുമൊക്കെ ഒരു മുഅ്മിനിൽ, സത്യവിശ്വാസിയിൽ ഉണ്ടായേക്കാം. പക്ഷേ കളവ് എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതൊരു സത്യവിശ്വാസിയിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ഒരു മുഅ്മിൻ അങ്ങനെ കദ്ദാബായി തീരുകയില്ല. ധാരാളമായി കളവ് പറയുന്ന, കളവിന്റെ വക്താവായി ജീവിക്കുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനിൽ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
മറുപടി പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കളവിൻ്റെ ലാഞ്ചന പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വലിത്തിർമിദി വഹസ്സനഹു അൻ ഇബ്നി ഉമറ റളിയല്ലാഹു അൻഹു. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണിത്. അദ്ദേഹം തന്നെ അത് ഹസനാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ്, ഇദാ കദബൽ അബ്ദു തബാഅദ അൻഹുൽ മലകു മീലൻ മിൻ നത്നി മാ ജാഅ ബിഹി. ഇദാ കദബൽ അബ്ദു, ഒരടിമ കളവ് പറഞ്ഞാൽ തബാഅദ അൻഹുൽ മലകു, അല്ലാഹുവിന്റെ മലക്ക് അവനിൽ നിന്നും അകലം പാലിക്കും. മീലൻ, ഒരു മൈൽ. മിൻ നത്നി മാ ജാഅ ബിഹി, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ മലക്ക് അവനിൽ നിന്നും ഒരു മൈൽ അകലം പാലിക്കുന്നത്? മിൻ നത്നി മാ ജാഅ ബിഹി, അവൻ ആ കളവ് അവന്റെ നാവിലൂടെ പുറത്തേക്ക് വിട്ടപ്പോൾ അയാളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള വൃത്തികെട്ട ദുർഗന്ധം കാരണത്താൽ. ഒരടിമ കളവ് പറഞ്ഞാൽ, സത്യമല്ലാത്ത കളവായ ഒരു കാര്യം പറഞ്ഞാൽ, അഥവാ ഒരു തവണ കളവ് പറഞ്ഞാൽ, തബാഅദ അൻഹുൽ മലക്കു, അല്ലാഹുവിന്റെ മലക്ക് അയാളിൽ നിന്നും അകലം പാലിക്കും. മീലൻ, ഒരു മൈൽ. ഒരു മൈൽ അകലം പാലിക്കും ഈ കളവ് പറഞ്ഞ വ്യക്തിയിൽ നിന്നും. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ മലക്ക് അയാളിൽ നിന്നും അകലം പാലിക്കുന്നത്? മിൻ നത്നി മാ ജാഅ ബിഹി, അയാൾ കളവ് പറഞ്ഞപ്പോൾ അയാളിൽ നിന്നും പുറത്തേക്ക് വന്ന വൃത്തികെട്ട ദുർഗന്ധം കാരണത്താൽ. സഹോദരങ്ങളെ നോക്കൂ, ഒരാൾ ഒരു തവണ കളവ് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്ക് ആ കളവ് കാരണത്താൽ അയാളിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള വൃത്തികെട്ട ദുർഗന്ധം കാരണത്താൽ അയാളിൽ നിന്നും അകലം പാലിക്കുമെന്നാണ്. നോക്കൂ, കളവിന്റെ ദുർഗന്ധം അത് നമുക്കറിയില്ല, നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് അവർ അകലം പാലിക്കും. നോക്കൂ, അതുകൊണ്ട് ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? കളവ് എന്നത് വളരെ ഗൗരവമാണ്. കളവ് പറയുക എന്നത് പലരും തമാശയായി, അതല്ലെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, കച്ചവട ചരക്ക് വിറ്റയിക്കാൻ വേണ്ടി, ഇങ്ങനെ പല രൂപത്തിലും കളവ് പറയുന്നവരുണ്ട്. കളവ് കേട്ടു നിൽക്കുന്നവരുണ്ട്. ചിരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഒരിക്കലും സഹോദരങ്ങളെ പാടില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും അനുയോജ്യമല്ലാത്തതാണ് കളവ് എന്നുള്ളത്. നോക്കൂ, കളവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ നമ്മൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മൾ കേട്ടു. ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? കളവ് എന്നത് അങ്ങേയറ്റം മോശമായ ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു മുഅ്മിനിൽ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ഇത് കബായിറാണ്, വൻപാപമാണ്. ചെറിയ തെറ്റല്ല, ചെറിയ ഒരു ചെറുപാപത്തിൽപ്പെട്ടതല്ല ഇത്. വലിയ വൻപാപങ്ങളിൽ എണ്ണപ്പെടാൻ മാത്രം ഗുരുതരമായ തെറ്റാണ്. അവസാനമായി നമ്മൾ വായിച്ച ഹദീസ് നോക്കൂ. ഈ ഹദീസിന്റെ സനദിൽ ചില ചർച്ചകൾ, പണ്ഡിതന്മാർ ഇത് ദുർബലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് നോക്കൂ നിങ്ങൾ, നമ്മെ പേടിപ്പെടുത്തേണ്ടതാണ്. ഒരാൾ ഒരു കളവ് പറഞ്ഞാൽ അയാളിൽ നിന്ന് വൃത്തികെട്ട ദുർഗന്ധം പുറത്തേക്ക് വരുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഇതുപോലെയുള്ള തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കളവ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, അത് പല രൂപത്തിലാണ്. കളവിൻ്റെ ഏറ്റവും ഗുരുതരമായ ഇനമെന്നത്, രൂപമെന്നത് അൽ കദിബു അലല്ലാഹ്, ഒരാൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയലാണ്, അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയലാണ്. ഇതാണ് ഏറ്റവും വലിയ കളവ്. അള്ളാഹു പറഞ്ഞില്ലേ, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ.
അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ അതിക്രമകാരിയായിട്ട് ആരാണുള്ളത്? മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വലാ തഖൂലു ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലുൻ വഹാദാ ഹറാം വലാ തഖൂലു, നിങ്ങൾ പറയരുത്, നിങ്ങൾ സംസാരിക്കരുത്, ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ്, നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഹാദാ ഹലാൽ വഹാദാ ഹറാം, ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്നത് നിങ്ങളുടെ നാവിന് തോന്നിയതുപോലെ, നാവ് വിശേഷിപ്പിക്കുന്നത് പോലെ നിങ്ങൾ പറയരുത്. കാരണം ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ കള്ളം കെട്ടിച്ചമക്കലാകുമത്. നിങ്ങളുടെ നാവ് വിശേഷിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തോന്നിയതുപോലെ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് നിങ്ങൾ പറയരുത്, എന്ന് നിങ്ങൾ കളവ് പറയരുത്. നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ഹലാലും ഹറാമും തീരുമാനിക്കരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, കാരണം എന്താണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണത്. അള്ളാഹു പറയും ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ്, അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ പറയരുത്. നോക്കൂ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ്. എത്ര ആളുകളുണ്ട് അള്ളാഹു പറയാത്തത് അവന്റെ പേരിൽ കെട്ടിച്ചമക്കുന്ന ആളുകൾ. നോക്കൂ, തൗഹീദിന് വിരുദ്ധമായ ഷിർക്ക് അത് സ്ഥാപിക്കാൻ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഓതുന്ന പുരോഹിതന്മാരുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തത്, അള്ളാഹു അനുവദിക്കാത്തത് അനുവദിക്കുന്ന, അള്ളാഹു വിലക്കിയത് അനുവദിക്കുന്ന ആളുകളുണ്ട്. ഷിർക്കാണ് ഏറ്റവും ഗുരുതരമായ പാപം. എന്നാൽ അതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പുരോഹിതന്മാരുണ്ട്. അള്ളാഹുവിന്റെ പേരിലാണ് കളവ് പറയുന്നത്. അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിർക്കൻ വരികളും കവിതകളും മാല മൗലിദുകളും സമൂഹത്തിനു മേൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനാണ് എന്ന് പറയുക വഴി അവർ പറയുന്നത് എന്താണ്? അള്ളാഹു പറഞ്ഞു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹീ നൽകിയെന്നാണ് ഈ പറയുന്നത്. ഒരാൾ ഒരു കാര്യം ദീനിൽ കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം അത് അള്ളാഹു പറഞ്ഞു റസൂൽ പറഞ്ഞു എന്നാണ്. നസാറാക്കൾ, യഹൂദികൾ അവർ ചെയ്ത പണിയാണ്. അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പലതും അവർ കെട്ടിച്ചമച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മകനുണ്ട്, സന്താനമുണ്ട്, അള്ളാഹു മൂന്നിലൊന്നാണ് എന്നൊക്കെ യഹൂദ നസാറാക്കൾ പറഞ്ഞത് നമുക്ക് കാണാം. സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂൻ, അവർ പറയുന്നതിന്റെ, അവർ വിശേഷിപ്പിക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്. സഹോദരങ്ങളെ, ഏറ്റവും ഗുരുതരമായ കളവിന്റെ ഇനം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കലാണ്. കളവിന്റെ രണ്ടാമത്തെ ഇനം എന്നത് അൽ കദിബു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറഞ്ഞു, ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഇല്ലാത്തത് പറയുന്ന, കെട്ടിച്ചമക്കുന്ന ആളുകളുണ്ട്. വളരെ ഗൗരവമാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവന്റെ സീറ്റ്, ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ. എത്ര ആളുകളുണ്ട് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് അവർക്ക് തോന്നിയത് അടിച്ചുകൊടുക്കും. നബി ഇങ്ങനെ പറഞ്ഞു, നബി അങ്ങനെ പറഞ്ഞു, ആ പ്രതിഫലം പറഞ്ഞു, ഈ പ്രതിഫലം പറഞ്ഞു. നോക്കൂ എത്ര ഗൗരവമാണ്. മൂന്നാമത്തെ കളവിന്റെ ഇനം എന്നത് അൽ കദിബു അലാ അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയലാണ്. ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ പറയാത്തത് അവരുടെ പേരിൽ പറയലാണ്. അത് വളരെ ഗൗരവത്തിൽപ്പെട്ടതാണ്. ഉലമാക്കൾ പറയാത്തത്, പണ്ഡിതന്മാർ പറയാത്തത് അവരുടെ പേരിൽ കെട്ടിച്ചമക്കുക, പറയുക എന്നത് ഗുരുതരമായ കളവിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. നാലാമത്തെ ഇനം അൽ കദിബു അലന്നാസ്, ജനങ്ങളുടെ പേരിൽ,
ജനങ്ങളുടെ മേൽ കളവ് പറയലാണ്, കളവ് കെട്ടിച്ചമക്കലാണ്. ഒരു മുസ്ലിമിന് ഈ പറഞ്ഞതൊന്നും അനുയോജ്യമല്ല. നോക്കൂ, ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത് ശരിയല്ല. പരസ്പരം ഇടപാടുകളുടെ സന്ദർഭത്തിൽ, കൊടുക്കൽ വാങ്ങലുകളുടെ സന്ദർഭത്തിൽ അങ്ങനെയുള്ള കളവ് പറച്ചിലായാലും ശരി, അവരുടെ പേരിൽ ഇല്ലാത്തത് വെച്ചുകെട്ടലായാലും ശരി, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ കളവിൻ്റെ ഇനങ്ങളാണ്. ഇത്തരം ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, താക്കീത് ചെയ്തിട്ടുള്ളത്. അവർക്ക് വയിലുണ്ട്, നാശമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ കാണാം. തൊട്ടു മുന്നേ നമ്മളത് സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ തിന്മകളിൽ നിന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ സത്യസന്ധന്മാരായി ജീവിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. والله تعالى أعلى وأعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.